വിവാദ നാട്ടാന സർക്കുലർ തിരുത്തുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. കോടതി നിർദ്ദേശപ്രകാരം വേഗത്തിൽ തയ്യാറാക്കിയ സത്യവാങ്മൂലം പുതുക്കി റിപ്പോർട്ട് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം സർക്കുലർ തിരുത്തിയാൽ നടപടി സ്വാഗതം ചെയ്യുമെന്ന് ആന ഉടമകളുടെ സംഘടനയും അറിയിച്ചു. ആന ഉടമകൾക്കിടയിലും പൂരപ്രേമികൾക്കിടയിലും ആശങ്ക ഉയർത്തുന്ന നിർദ്ദേശങ്ങൾ പിൻവലിക്കുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. വേഗത്തിൽ തയ്യാറാക്കിയതിനാലാണ് സർക്കുലറിൽ അപ്രായോഗിക നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ടത്. വിവിധ ദേവസ്വം ബോർഡുകൾ ഉത്കണ്ഠ അറിയിച്ചു. കോടതിയെ അടിയന്തര സാഹചര്യം അറിയിക്കുമെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു. തയ്യാറാക്കിയ ഒരു അഫിഡവിറ്റും നിർദ്ദേശങ്ങളുമാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിലെ നിബന്ധനകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയുണ്ടായി. അപ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് എന്നാണ് ആക്ഷേപമുണ്ടായിട്ടുള്ളത്. അതിൽ ഉദാഹരണത്തിന് ഒരാനയും മറ്റൊരാനയും തമ്മിലുള്ള അകലം 50 മീറ്റർ വേണമെന്നാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരം പോലുള്ള ഉത്സവങ്ങൾക്ക് അത് പ്രായോഗികമല്ല. 1-2 ആനകളെ ഉപയോഗിച്ച് ചെയ്യുന്ന ഉത്സവങ്ങൾക്ക് ചിലപ്പോൾ അത് പ്രായോഗിക. അതുകൊണ്ട് ഒരു പുതിയ അഫിഡവിറ്റ് ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് നേരത്തെ സമർപ്പിച്ച അഫിഡവിറ്റ് റദ്ദാക്കാനുള്ള നിയമപരമായ നടപടികൾ തിങ്കളാഴ്ച കോടതി മുമ്പാകെ സ്വീകരിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. വിവാദ സർക്കുലറിന് പിന്നാലെയാണ് തൃശൂരിൽ ആന ഉടമസ്ഥർ, ആന തൊഴിലാളികൾ എന്നിവരുടെ സംഘടനകൾ അടിയന്തര യോഗം ചേർന്നത്. അപ്രായോഗികമാണ് സർക്കുലറിലെ നിർദ്ദേശങ്ങൾ. ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കുന്നതാണ് ഈ നിർദ്ദേശം. ഈ മാസം 16 മുൻപ് സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ തൃശൂർ പൂരം അടക്കമുള്ള ഉത്സവങ്ങൾക്ക് ആനകളെ വിട്ടു നൽകില്ലെന്ന് സംഘടനകൾ വ്യക്തമാക്കി. ഞങ്ങളുടെ 3 സംഘടനകളും വെവ്വേറെ യോഗം ചേർന്നു. എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷനും കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും ആനത്തൊഴിലാളി യൂണിയനും ഇന്നലെ വെവ്വേറെ യോഗം ചേർന്ന് ഈ രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നും അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ 16 ഈ സർക്കുലർ പിൻവലിച്ച് സുഗമമായ എഴുന്നള്ളിപ്പ് നടത്തിക്കൊണ്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ 16/4/24 മുതൽ തൃശ്ശൂർ പൂരം അടക്കമുള്ള ഉത്സവങ്ങൾക്ക് ആനകളെ വിട്ടു നൽകേണ്ടതില്ല എന്ന് കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷനും അതുപോലെ തന്നെ ആനകളെ പങ്കെടുപ്പിച്ച് ഉത്സവം നടത്തുന്നില്ല എന്ന് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും ആനത്തൊഴിലാളി യൂണിയനും സംയുക്തമായി ഇന്ന് ഞങ്ങളിവിടെ ചേർന്നുകൊണ്ട് തീരുമാനിക്കാനുണ്ടായി. അതേസമയം വിവാദ സർക്കുലർ തിരുത്തുമെന്ന മന്ത്രിയുടെ ഉറപ്പ് മുഖവിലിക്കെടുക്കുന്നുവെന്നും ആന ഉടമകൾ പറഞ്ഞു. ഉത്തരവ് പിൻവലിച്ച അറിയിപ്പ് ലഭിച്ചാൽ പൂരങ്ങളുമായി സഹകരിക്കും. തിടുക്കത്തിൽ തയ്യാറാക്കിയതാണ് സർക്കുലർ എന്ന മന്ത്രിയുടെ വിശദീകരണം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ആന ഉടമകൾ അഭിപ്രായപ്പെട്ടു. ജനം, തൃശൂർ.